ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഈസി എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ റെസിപ്പി നോക്കിയാലോ. കഴിഞ്ഞ ദിവസം മേടിച്ച ബീഫിൽ നിന്ന് കുറച്ച് ബീഫ് ഉണ്ട്. അപ്പോൾ ഒരു 200 ബീഫാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യം കുറച്ച് കുരുമുളക്, കുറച്ച് പെരുംജീരകം, പിന്നെ ഒരു ഏലക്ക, കുറച്ച് പട്ട, പിന്നെ ഗ്രാമ്പു ഇല്ലാത്തത് കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി. ഇത്ര കുറച്ച് ബീഫ് ഉള്ളത് കൊണ്ടാണ് ഇത്രയും കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിരിക്കുന്നത്. ബീഫ് അനുസരിച്ച് ഇൻഗ്രീഡിയൻസ് എടുക്കും. ഫസ്റ്റ് നമുക്ക് കുറച്ച് കുരുമുളക്, ഇപ്പോൾ എടുത്തിരിക്കുന്ന അത്രയും കുരുമുളക് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഒപ്പം പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എടുത്തിട്ടുള്ള ഗ്രാമ്പു, പട്ട, ഏലക്ക ഇത്രയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ. എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണേ. ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് കാശ്മീരി മുളക് പൊടിയാണ് വേണ്ടത്. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള കാശ്മീരി മുളക് പൊടി ഇട്ടെടുക്കണം. കുറച്ചുകൂടി ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നു. ഇനി ഒരു അടപ്പിലോട്ട് ആവശ്യമായിട്ടുള്ള വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ആ ഒരു അടപ്പിലുള്ള അത്രേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഏകദേശം ഇത്രയും ഒരു കൺസിസ്റ്റൻസിയിൽ മസാലയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിനകത്തൊരു 4 വിസിൽ മതിയാവും. അപ്പോൾ നിങ്ങൾ എത്രയാണോ വിസിൽ നോർമലായിട്ട് ബീഫ് വേവിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് അതിൽ നിന്നും ഒരു വിസിൽ കുറച്ച് മതി. കാരണം നമുക്കിത് ഇനി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഇപ്പോൾ ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തേങ്ങ മൂത്ത് വരുന്നത് മിക്സ് ചെയ്ത് കൊടുക്കുക. നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയിൽ നിന്ന് കുറച്ച് മസാല ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബീഫ് വേവിക്കാൻ വെച്ച വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ബീഫ് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ച് വെള്ളം വറ്റിച്ചെടുക്കാം.
ഇതിലേക്ക് ആവശ്യത്തിന് മസാലപ്പൊടി ഇടാം. ഞാനിപ്പോൾ ഗരം മസാല പൊടിച്ചതാണ് ഇട്ടിട്ടുള്ളത്. ബീഫ് മസാല ഞങ്ങളങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇനി കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഉള്ളി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉള്ളിയും കൂടി ഫ്രൈ ചെയ്ത് ചേർത്താൽ കുറച്ചുകൂടി നല്ല ഫ്ലേവർ കിട്ടും. ഇപ്പോൾ ഉള്ളിയൊന്നും ചേർത്തിട്ടില്ല. ഇനി ഈ എണ്ണ വറ്റുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.